ഓരോ എടരിക്കോടുകാരനും അഭിമാനത്തോടെ പറയും കോൽക്കളിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന്. ഗൾഫ് നാടുകളിലും എടരിക്കോട്ടുകാർ തന്നെയാണ് കോൽക്കളിയിലെ ചാമ്പ്യന്മാർ. കോൽക്കളി ആസ്വദിച്ച് മനസ്സുകൊണ്ട് നമുക്കും ഒരു എടരിക്കോട്ടുകാരനാകാം. മോചനം നൽകണ്ട മീമേ, അന്ന് 1,24,000 മുന്നം മുഖിമായ മീമേ. മോചനം നൽകണ്ട മീമേ, മോചനം നൽകണ്ട മീമേ, അന്ന് 1,24,000 മുന്നം മുഖിമായ മീമേ. മോചനം നൽകണ്ട മീമേ. മലപ്പുറം ജില്ലയിലെ എടരിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ ഓരോ ഇടവഴിയിലുമുണ്ട് കോൽക്കളിയുടെ താളം. എവിടെ കോൽക്കളി മത്സരം നടന്നാലും വിജയികൾ എടരിക്കോട്ടെ ചുണക്കുട്ടികളായിരിക്കും. കടൽ കടന്ന് അറേബ്യൻ നാട്ടിലും എത്തിയിരിക്കുന്നു എടരിക്കോടിന്റെ കോൽക്കളി പെരുമ. UAE-യിൽ ജോലി ചെയ്യുന്ന എടരിക്കോട്ടെ യുവാക്കളാണ് സ്വന്തം നാട് നെഞ്ചിലേറ്റിയ കോൽക്കളി ഗൾഫ് നാടുകളിൽ പ്രചരിപ്പിക്കുന്നത്. 20ഓളം പേരുണ്ട് സംഘത്തിൽ. 100ഓളം വേദികളിൽ ഇവർ ഇതിനോടകം തന്നെ കോൽക്കളി അവതരിപ്പിച്ചു കഴിഞ്ഞു. ആയോധന കലയാണ് കോൽക്കളി. ആയോധന കലയ്ക്കൊപ്പം ഹിന്ദുസ്ഥാനി സംഗീതം കൂട്ടിച്ചേർത്ത് TP ആലിക്കുട്ടി ഗുരുക്കളാണ് കോൽക്കളിയെ കൂടുതൽ ജനകീയമാക്കിയത്. വൈമലക്കൂത്ത്, തെക്കൻകളി, പൈറ്റിക്കോലിരുപുറം അങ്ങനെ നിരവധി ശൈലികളുണ്ട് കോൽക്കളിയിൽ. UAE-യിലെ എടരിക്കോട്ടുകാർ ആലിക്കുട്ടി ഗുരുക്കളുടെ ശൈലിയാണ് പിന്തുടരുന്നത്. കണ്ണെത്തുന്നിടത്ത് കോലെത്തണം, കോലെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് മനസ്സെത്തണം. അതാണ് എടരിക്കോടൻ ശൈലി. UAE-യിലെ പൊതുപരിപാടികൾക്ക് പുറമെ അറബി കല്യാണങ്ങൾക്കും എടരിക്കോടൻ കോൽക്കളി ഒഴിവാക്കാൻ പറ്റാത്ത ആഘോഷമായി മാറി. കണ്ണെത്തുന്നോടത്ത് കോലെത്തണം, കോലെത്തുന്നോടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നോടത്ത് മനസ്സെത്തണം. ഇതാണ് കോൽക്കളിയുടെ തത്വം. ഈ തത്വം ഉൾക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ കലാരൂപം ഇവിടെ അവതരിപ്പിച്ചു വരുന്നത്. 2006-ലാണ് ഇത് രൂപീകരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ നാട്ടിലെ മാതിരി ഇവിടെ പ്രാക്ടീസ്, ഇപ്പോൾ അൽക്കൂസിലെ ഒരു സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വിദേശികൾ, ഇംഗ്ലീഷുകാരായാലും പത്താണികളായാലും പാകിസ്ഥാനികളായാലും ഞങ്ങളെ പ്രാക്ടീസ് കണ്ടിട്ട് അവർക്ക് അത്ഭുതം തോന്നിയിട്ട് നമ്മുടെ സ്പീഡ്, ഈ കളിയുടെ സ്പീഡും അവർ നമ്മുടെ ഈ പോക്കൊക്കെ കണ്ടിട്ട് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെ നിങ്ങൾ കളിക്കുന്നത്. അവർക്കൊരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. പക്ഷേ അവരങ്ങോട്ട് ചോദിച്ചത് എന്താണ് ഈ കളിയുടെ പേര്. ഞങ്ങൾ കോൽക്കളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് ഹിന്ദിയിലൊരു പേര് പറയാൻ നമുക്കറിയാം. അന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തോട ലഗ്ഡിക്ക പ്രോഗ്രാം. അറേബ്യൻ മണ്ണിൽ കോൽക്കളി വിജയിച്ചതോടെ ഇവർ ദഫ്മുട്ട, ഒപ്പന തുടങ്ങിയ കലകളും UAE-യിൽ പ്രചരിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു. തനിമ നഷ്ടപ്പെടാതെയാണ് കോൽക്കളി അവതരിപ്പിക്കുന്നതെങ്കിൽ ദഫ്മുട്ടിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. Protect me and guide me. Oh, through your love and mercy. Ya Allah, don't deprive me. പരമ്പരാഗത അറബി ഗാനത്തിന്റെ അകമ്പടിയിലാണ് ദഫ്മുട്ട് അവതരിപ്പിക്കുക. की जान है വേഷത്തിനുമുണ്ട് കാര്യമായ മാറ്റങ്ങൾ. എമിറാത്തി പൗരന്മാരുടെ പരമ്പരാഗത വസ്ത്രമായ വെളുത്ത കന്തൂരയിൽ ശിരോവസ്ത്രവും ധരിച്ചാണ് ദഫ്മുട്ട് അവതരണം. വട്ടപ്പാട്ടാണ് കടൽ കടന്ന് പെരുമ നേടിയ മറ്റൊരു കേരളീയ കല. 6 പേർ ചേർന്നാണ് വട്ടപ്പാട്ട് അവതരിപ്പിക്കുക. ഇത് ഞങ്ങൾ പല വേദികൾക്കും അവരുടെ ഭാഷക്കനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും ഞങ്ങൾ തനിമ നഷ്ടപ്പെടുത്താതെ അത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കല്യാണങ്ങൾ ഇങ്ങനെ പാടുന്നതനുസരിച്ച് അവരുടെ പാട്ടുകൾ കടമെടുത്തിട്ട് അറബിയിലാണെങ്കിൽ അറബിയിലേക്കും, ഹിന്ദിയിലാണെങ്കിൽ ഹിന്ദിയിലേക്കും, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിലെ തനിമയാർന്ന ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നാട്ടിലായി കഴിഞ്ഞാൽ നാട്ടിലിപ്പോൾ ഒരുപാട് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ക്രോഡീകരിക്കുകയെന്ന് വെച്ചാൽ സുഖമായിട്ട് ചെയ്യും. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ജോലിയുടെ ഭാഗം, ജോലി കഴിഞ്ഞതിന് ശേഷമുള്ള ഇടവേളയിൽ നമ്മളിവിടെ ചെയ്യുന്നത്.
എന്നാലും മാപ്പിളക്കല അതിൻ്റെ തനിമയത്തോടുകൂടി നമ്മളിവിടെ നാട്ടിൽ ചെയ്യുന്ന അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ ദഫ് മുട്ട് വെച്ചെങ്കിൽ നമ്മൾ ട്രഡീഷണൽ സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് മ്യൂസിക്കോടുകൂടി ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട മാതിരി മ്യൂസിക്കോടുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അത് തനിമയാർന്നത്, അപ്പോൾ തനിമയിൽ നിന്ന് വിട്ടുപോകാതെ. UAE-യിലെ എടരിക്കോട്ടുകാർ ജോലി തിരക്കുകൾക്കിടയിലും കോൽക്കളി പരിശീലിക്കാൻ സമയം കണ്ടെത്തും. വായ്ത്താളത്തിനൊത്ത് മെയ്വഴക്കം സൃഷ്ടിച്ചെടുക്കാൻ തുടർച്ചയായ പരിശീലനം ആവശ്യമാണ്. വെള്ളിയാഴ്ചകളിൽ ദുബൈ KMCC ആസ്ഥാനത്ത് വെച്ചാണ് പരിശീലനം. ദഫ്മുട്ട്, ഒപ്പന തുടങ്ങിയവ ഗൾഫ് നാടുകളിൽ പ്രചരിപ്പിക്കാൻ പുതിയ മാപ്പിള കലാ അക്കാദമി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് KMCC. മാപ്പിള കല പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കോൽക്കളിയും ദഫ്മുട്ടും ഒക്കെ KMCC-യിൽ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ ഇത് ദുബായ് KMCC-യുടെ അണ്ടറിലുള്ള സർഗധാരയാണ് മാപ്പിള കലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഇത്തരം കോൽക്കളി, നിങ്ങളിന്നിവിടെ കണ്ട ഈ കോൽക്കളി പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും ചെയ്യുന്നത്. ചെത്തിമിനുക്കിയ ഈന്തപ്പനക്കോലുകൾ പ്രത്യേക താളത്തിൽ കൂട്ടിയിടിച്ച് സംഗീതമുയർന്നാൽ അറിയുക അവിടെ ഒരു എടരിക്കോട്ടുകാരൻ ഉണ്ടാകും. കേരളീയ കലാരൂപങ്ങൾ ഒന്നൊന്നായി നശിക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാം, നമുക്ക് വേണ്ടാതാകുന്ന കലാരൂപങ്ങൾ ആസ്വദിക്കാൻ മറുനാട്ടിലൊരു ജനതയുണ്ട് എന്ന്. മനോഹരമായ ഒരു പൂന്തോട്ടത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. അതിനു മുൻപ് ഗൾഫ് ഇൻസൈറ്റിൽ ഒരു ചെറിയ ഇടവേള കൂടി.